ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകും. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. മാനവജാതിയുടെ രക്ഷയ്ക്കായി ദൈവം ഒരുക്കി തന്ന സുവിശേഷം എന്ന സന്ദേശത്തിലെ കാതലായ ഉപദേശ വിഷയങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് രക്ഷയെ കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവരിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ മാത്രം പ്രവർത്തിച്ചെങ്കിൽ ആണോ സ്വർഗത്തിൽ ഒരു പ്രവേശനം സാധ്യമാകുകയുള്ളൂ? ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ഉടനെ പറയും, ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. നന്നായി ജീവിച്ചാൽ, സൽപ്രവൃത്തികൾ ചെയ്താൽ തീർച്ചയായും സ്വർഗത്തിലെ ദൈവം അവിടെ പ്രവേശനം തരും. മാത്രമല്ല, മറ്റ് മതസമൂഹങ്ങളിൽ എത്രയോ മാന്യമായിട്ട്, എത്രയോ നന്നായിട്ട് ജീവിക്കുന്ന അനവധിയായ ആൾക്കാരില്ലേ, അവരെല്ലാം നരകത്തിൽ പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു സമയത്ത് ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു, നന്നായി ജീവിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിക്കുമെന്ന്. ഇന്ന് ഇതേ സംശയമുള്ള ചിലർ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും. അവരോട് ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യം എന്തെന്ന് ബോധ്യപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ഈ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തിരിക്കാം. കുറിവാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. എന്താണ് ദൈവത്തിന്റെ ദാനം, അല്ലെങ്കിൽ ആ കൃപ എന്ന് പറയുന്നത് എന്താണ്? കൃപ എന്നതിനൊരു ഡെഫിനിഷൻ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യമല്ല. കരുണ, സ്നേഹം, കരുതൽ, സഹാനുഭൂതി, ഇവയെല്ലാം കൂടി ചേർന്ന ഒരു പദമുണ്ടെങ്കിൽ ആ പദത്തിന് കൃപ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനർഹമായ ദൈവിക ദാനമാണ് കൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വലിയ ഒരു കടഭാരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരുത്തൻ വന്ന് ആ കടമെല്ലാം വീട്ടി കഴിഞ്ഞാൽ ആ മനുഷ്യന് എന്തായിരിക്കും അവന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്നത്? അതിനേക്കാളൊക്കെ വലിയതായിട്ട്, വിലമതിക്കുവാൻ കഴിയാത്ത, വാക്കുകൾക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവത്തിന്റെ കൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഒരു മനുഷ്യനും രക്ഷയോടുള്ള ബന്ധത്തിൽ സ്വന്തമായ പ്രവൃത്തികളിൽ താല്പര്യപ്പെടുവാനോ അതിൽ പ്രശംസിക്കുവാനോ യാതൊരു വിധത്തിലുമായ ഒരു അവസരവും ദൈവം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ സംശയം പൂർണ്ണമായും മാറണം എന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ഇന്നത്തെ മനുഷ്യന്റെ സംശയമായ പ്രവൃത്തികളിൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശനം ലഭിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ? യെസ്, ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ ഒരു ഒരു സന്ദർഭമുണ്ട്. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ആ ഭാഗത്തേക്ക് നമുക്ക് മാറ്റാം.
അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം. ഒരു മനുഷ്യനെ കുറിച്ച് നാം പഠിക്കുന്നു, കൊർന്നേലിയോസ്. എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കുന്നില്ല. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ ചില ഗുണവിശേഷണങ്ങളെ കുറിച്ച് തൊട്ട് ഞാൻ പറയാം. 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. ശ്രദ്ധിക്കണമേ, ആ 1-2 വാക്യങ്ങളിൽ അവനെ കുറിച്ച് പറയുന്നതായ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നതായ ക്വാളിറ്റികൾ: 1, അവൻ ഭക്തനായിരുന്നു. അവന്റെ കുടുംബം മുഴുവനും ഭക്തിയുള്ളവരായിരുന്നു. മാത്രമല്ല, അവർ വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിച്ചും പോന്നിരുന്നു. വീണ്ടും 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു: അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു. അപ്പോൾ ദർശനം കാണുന്നവനായിരുന്നു അവൻ. വീണ്ടും കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവൻ കാണുക മാത്രമല്ല, ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം കേൾത്തവനും കൂടിയായിരുന്നു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. വീണ്ടും നാം താഴ്ത്തേക്ക് നോക്കുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു: ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. അഥവാ ദൈവത്തിന്റെ ദൂതൻ അവന് കൊടുത്ത ആലോചന എന്തായിരുന്നുവോ ആ ആലോചനയ്ക്ക് അവൻ വിധേയപ്പെട്ട് അപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ. തുടർന്ന് നാം കാണുന്നു 24-ാമത്തെ വാക്യത്തിൽ: പിറ്റന്നാൾ കൈസരിയിലെത്തി അവിടെ കൊർന്നേലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പശ്ചാത്തലം നമുക്കറിയാം. പത്രോസിനെ കൂട്ടിവരുത്തിയപ്പോൾ ആ ഭവനത്തിൽ സംഭവിച്ചതായ കാര്യമാണ്. അവിടെ അവൻ മാത്രമല്ല, അവന്റെ ബന്ധുക്കൾ മാത്രമല്ല, അവന്റെ സ്നേഹിതന്മാരടക്കം ഒരു വലിയ സമൂഹം അവിടെ പത്രോസിനായി കാത്തിരിക്കുന്നു. പിന്നെ 25-ൽ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തന്നേക്കാൾ കാഴ്ചയിലും പദവിയിലുമെല്ലാം വളരെ താഴ്ന്നു നിൽക്കുന്നതായ ഒരു പത്രോസിനെ ഈ അധികാരമുള്ളതായ ശതാധിപൻ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നാൽ പത്രോസ് അവിടെ പറഞ്ഞു, എഴുന്നേൽക്കാൻ ഞാനും ഒരു മനുഷ്യനത്ര എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്റെ അടുക്കൽ ആളയച്ച് നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, കൊർന്നേലിയോസ് എന്ന് പറയുന്നതായ ആ ജാതീയനായിരിക്കുന്ന ശതാധിപൻ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കുന്നു എന്ന്. സ്തോത്രം. അപ്പോൾ ഇവിടെ നാം കാണുന്നു, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ ചില പ്രത്യേകതകൾ. അവൻ ഭക്തനായിരുന്നു. അവന്റെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെട്ടിരുന്നു, ധർമ്മം കൊടുത്തിരുന്നു. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ ദർശനം കാണുന്നവനായിരുന്നു. മാത്രമല്ല, അവൻ ദർശനത്തിൽ കൂടെ സംസാരിച്ചത് കേട്ടവനായിരുന്നു. ദൈവം അരുളി ചെയ്തത് അപ്രകാരം തന്നെ നിവർത്തിച്ചവനുമായിരുന്നു. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ എന്താണ് ദൂതൻ അവനോട് പറയുന്നത്? അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. ദൈവദൂതൻ എന്ന് പറയുകയാണ്, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവസന്നിധിയിൽ വന്നു, എന്നാൽ നീ വന്നിട്ടില്ല. നീ വരണമെങ്കിൽ നീ ചെയ്യേണ്ടതായ കാര്യം യോപ്പയിലേക്ക് നീ ആളെ വിട്ട് പത്രോസിനെ വരുത്തുക. അവൻ വന്ന് നിന്നോട് പറഞ്ഞു തരും. ഹല്ലേലൂയ, സ്തോത്രം. ഏതായാലും ഈ മനുഷ്യൻ ദൈവത്തിന്റെ ആലോചന കേട്ടു. അവൻ യോപ്പയിലേക്ക് ആളയച്ചു. പത്രോസ് വന്നു, അവനോട് യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ചു. അതുവഴി തൊട്ട് ഞാൻ വായിക്കാം. 43-ാമത്തെ വാക്യത്തിൽ പത്രോസ് പ്രസംഗിച്ചു. 39 മുതൽ 49 വാക്യം ഞാൻ വായിക്കാം. യഹൂദ്യ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ
അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. 43-ാമത്തെ വാക്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പാപമോചനത്തിന്റെ വ്യവസ്ഥ എന്താണ് എന്ന് പത്രോസ് കൊർന്നല്യോസിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ വ്യവസ്ഥ കേട്ട് കഴിഞ്ഞപ്പോൾ തുടർന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നു, ഈ പ്രസ്താവന കേട്ട സമയത്ത് തന്നെ, അത് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം, ഒരു മനുഷ്യന്റെ നീതി പ്രവൃത്തികളോ അവന്റെ ധർമ്മമോ അവന്റെ ദൈവത്തിലുള്ള വിശ്വാസമോ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുവാൻ ഉതകുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ലോകത്തിന് വേണ്ടി ഒരുക്കിയതായ ആ രക്ഷാകര പദ്ധതിയിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപമോചനമുണ്ട് എന്നുള്ളതായ സത്യം കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് അവർക്കുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ, അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത് ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൽപ്പന അവർ അംഗീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ പാപിയാണെന്ന് ഈ അധ്യായത്തിൽ ഒരു വാക്യം പോലും അവിടെ പരാമർശിക്കുന്നില്ല. മാത്രമല്ല, എല്ലാവരെക്കാളും മേൽത്തരമായ അനവധിയായ സ്വഭാവ ഗുണങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ശാന്തമായി ചിന്തിക്കണം. ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞതായ എന്തെങ്കിലും ക്വാളിറ്റികൾ എന്നിലും നിങ്ങളിലുമുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ഇതുപോലെ രേഖപ്പെടുത്തി വെക്കുമോ? അവൻ ഭക്തനാണ്, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, അവൻ ധാരാളം ധർമ്മം കൊടുക്കുന്നവനാണ്, അവൻ മറ്റുള്ളവരെ കരുതുന്നവനാണ് എന്ന് തുടങ്ങിയുള്ളതായ ദർശനങ്ങൾ ഉള്ളവനാണ്, അതേ ദർശനം കേൾക്കുന്നവനാണ്, ആത്മാവിൽ അവൻ അഭിഷേകം പ്രാപിച്ചവനാണ് എന്നെല്ലാം നമ്മെ കുറിച്ച് പറയുമോ? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ മനുഷ്യനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അവനെ കുറിച്ച് മേൽത്തരമായ അനവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അവൻ പാപിയായി? എന്തുകൊണ്ട് അവൻ ഈ രക്ഷയിലേക്ക് ഈ യേശുവിനെ സ്വീകരിക്കേണ്ടതായ ആവശ്യം വന്നു? അതാണ് നമ്മുടെ പ്രധാനമായ ചിന്ത. എന്തുകൊണ്ട് ഈ മനുഷ്യന് ഇപ്രകാരം ഒരു ആവശ്യം അവന്റെ ജീവിതത്തിൽ വേണമെന്ന് ദൈവദൂതൻ അവനോട് കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു? എന്തുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ പാപികളായി തീർന്നു? ഉത്തരം, ആദത്തിന്റെ പാപം. ആദാമ പാപം മാനവജാതിക്ക് നൽകിയ സംഭാവനയാണ് മരണം. ഹല്ലേലൂയ, സ്തോത്രം. റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എങ്ങനെയാണ് സകല മനുഷ്യരിലേക്കും ഈ മരണം പടരുന്നത്? രക്തത്തിൽ കൂടെ. ഹല്ലേലൂയ, സ്തോത്രം. പാപം ചെയ്തപ്പോൾ ആദാമിന്റെ രക്തത്തിൽ മരണം എന്നതായ മാലിന്യം പ്രവേശിച്ചു. ആ മാലിന്യം അവന്റെ മക്കളിലേക്ക് പകർന്നു. ഹാബേലിന്റെ രക്തം മലിനപ്പെട്ടു, കായന്റെ രക്തവും മലിനപ്പെട്ടു. തുടർന്ന് നമുക്കറിയാവുന്നതുപോലെ അത് ശേത്തിന്റെയും ഏനോശിന്റെയും കേനാന്റെയും നോഹയുടെയും അബ്രഹാമിന്റെയും ദാവീദിന്റെയും മോശയുടെയും സകലരുടെയും രക്തം മലിനപ്പെട്ടു പോയി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സാധാരണ എല്ലാ മനുഷ്യരും, ഞാൻ ഈ പറഞ്ഞ ആദ്യ പിതാക്കന്മാരെല്ലാവരും സ്ത്രീ പുരുഷ സംഭോഗത്തിൽ കൂടെ അവർ ജനിച്ചെങ്കിൽ
ഒരു മനുഷ്യന്റെയും സഹായമില്ലാതെ ഒരുവൻ ജനിച്ചു, കർത്താവായ യേശു ക്രിസ്തു. താൻ വിവാഹം കഴിക്കുവാനിരുന്ന സ്ത്രീ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ യോസേഫ് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചതായിട്ട് നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ ശരീരത്തിൽ ഒഴുകിയ രക്തം ഒരു മനുഷ്യന്റെ രക്തമല്ല. യേശുവിന്റെ രക്തം കളങ്കമില്ലാത്ത രക്തമാണ്. യേശുവിന്റെ രക്തം ഒരു ദോഷവുമില്ലാത്ത രക്തമാണ്. തൂങ്ങി ചാടുന്നതിന് തൊട്ടു മുമ്പ് പള്ളിയിലേക്ക് കടന്നു ചെന്ന് പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യൂദ വിളിച്ചു പറഞ്ഞു. അതേ മത്തായി 27:4 നാം വായിക്കുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന്. യേശുവിന്റെ രക്തം കുറ്റമില്ലാത്ത രക്തം, യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തം, മരണത്തിന് അവകാശമില്ലാത്ത രക്തം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് ഇപ്രകാരം എഴുതി, 1 പത്രോസ് 3:8, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. യേശു തന്റെ ജഡത്തിൽ മരണശിക്ഷ ഏറ്റത് കൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. നമ്മുടെ എല്ലാം നിയമത്തിന്റെ മുദ്രാവാക്യമാണത്. എന്നാൽ നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ആർക്കും അറിയത്തില്ല. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപരാധിയെ ശിക്ഷിക്കുവാൻ പിന്നെ വ്യവസ്ഥയില്ല. അപരാധികൾക്കെല്ലാം പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തുവിൽ കൂടെ ദൈവം മാനവജാതിക്കായി ഒരുക്കിയത്. അവൻ നീതിമാനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു, അവനിൽ കളങ്കമില്ലായിരുന്നു. എന്നിട്ടും അവൻ ജഡത്തിൽ മരണത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങിയപ്പോൾ മാനവജാതിയെല്ലാം അതേ മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു. ഇതാണ് സുവിശേഷ സന്ദേശം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 1 കൊരിന്ത്യർ 15-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു, ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ദൈവത്തിന്റെ മുന്നറിവിനാലും സ്ഥിര നിർണയത്താലും യുഗങ്ങൾക്ക് മുൻപേ, അഥവാ മാനവജാതിയുടെ സൃഷ്ടിക്കെല്ലാം മുൻപേ ദൈവം ഒരുക്കി വെച്ചതാണ്. അത് തിരുവെഴുത്തുകളിൽ പ്രകാരം നിവൃത്തിയാക്കപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, തിരുവെഴുത്തുകളിൽ കൂടെ ക്രിസ്തുവിന്റെ മരണവും അവന്റെ അടക്കവും അവന്റെ ഉത്ഥാനവും ദൈവം ക്രമീകരിച്ചെങ്കിൽ മാനവജാതിയുടെ രക്ഷയും തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ വേണം നാം ഏറ്റെടുക്കുവാൻ. എനിക്ക് വേണ്ട രക്ഷ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ക്രമീകരിച്ചാൽ ആ രക്ഷ നമ്മെ അവിടേക്ക് എത്തിക്കത്തില്ല. ദൈവം ഒരുക്കിയ രക്ഷ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ഞാൻ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അത് എന്നിൽ നിവർത്തീകരിക്കപ്പെടുകയുള്ളൂ. നാം ഇന്ന് ജീവിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഈ ഇംഗ്ലണ്ടിൽ നാം വന്നപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും വിധത്തിലുള്ളതായ പേപ്പർ വർക്കിന്റെ പിന്തുണയിലല്ല. ഇവിടുത്തെ ഗവൺമെന്റ് എന്തെല്ലാം ഉപാധികളും ഉടമ്പടികളും വെച്ചോ അതെല്ലാം ഒപ്പിട്ട് കൊടുത്ത് അനുസരിച്ച് നാം അത് സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ഈ ഗവൺമെന്റ് ഈ രാജ്യത്തേക്ക് വരുവാൻ നമ്മെ അനുവദിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ഗവൺമെന്റ് സ്വർഗരാജ്യ
രാജ്യ പ്രവേശനത്തിന് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും വ്യക്തമായും കൃത്യമായും അറിഞ്ഞ് സമ്മതം മൂളിയെങ്കിൽ മാത്രമേ, അത് ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതെ അവിടേക്ക് നമുക്ക് ഒരു പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ ഉറപ്പും നിർണയവും നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. നാം എല്ലാവരും പണയം വെക്കാറുണ്ട്. ഒരു അത്യാവശ്യത്തിന് കുറച്ച് രൂപ വേണമെങ്കിൽ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യും? വിലപിടിപ്പുള്ള എന്തെങ്കിലുമായിട്ട് അതേ പണം ലഭിക്കുവാൻ സാധ്യതയുള്ളതായ ആ സ്ഥലത്തേക്ക് പോകുന്നു. ചിലപ്പോൾ വ്യക്തികളെ കാണുന്നു, ചിലപ്പോൾ ബാങ്കിൽ സമീപിക്കുന്നു, ചിലപ്പോൾ സ്വർണം കൊടുക്കുന്നു, ചിലപ്പോൾ ഏതെങ്കിലും വസ്തുവിന്റെ രേഖകൾ അവിടെ കൊടുക്കുന്നു. ആ ബാങ്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ട വ്യക്തി അതിന്റെ 80% അല്ലെങ്കിൽ 85% മാക്സിമം ആ വിലയ്ക്ക് ഈട് വെച്ചുകൊണ്ട് നമുക്ക് പണയമായി തരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പണയം നമുക്ക് തിരികെ വേണമെന്ന്, നമുക്ക് ആ ഈട് വെച്ച വസ്തു തിരികെ വേണമെങ്കിൽ മുതലും പലിശയും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ അത് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് എന്തിനു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള എത്ര പണക്കാരനായാലും എത്രമാത്രം കോടി സ്വത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവന്റെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും കൊടുത്ത് അത് ദാനധർമ്മം നടത്തിയിട്ട് ഇനി എനിക്ക് സ്വർഗത്തിൽ ഒരു പ്രവേശനം സാധ്യമാകും എന്നവർ വിചാരിച്ചാൽ പോലും അത് സാധിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടെന്നറിയാമോ? സങ്കീർത്തനം 49 വചനം 8-9 നാം ഇങ്ങനെ വായിക്കുന്നു: അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല എന്ന് യേശു കർത്താവ് തന്നെ ഇപ്രകാരം പറഞ്ഞു. മത്തായി സുവിശേഷം 16-26 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? എന്ന് വെച്ചാൽ ഒരു മനുഷ്യാത്മാവിന്റെ വില ഈ മുഴു ലോകത്തുള്ള സർവത്തെക്കാളും വിലയേറിയതാണ്. മുഴു ലോകത്തെക്കാളും വിലയേറിയ മനുഷ്യാത്മാവിന്റെ വില ഒരു മനുഷ്യന് നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് സൃഷ്ടാവ് തന്നെ സൃഷ്ടിയുടെ കാര്യം പരിഹരിക്കുവാൻ അത് സൃഷ്ടിയുടെ വേഷത്തിലേക്ക് അവൻ താണിറങ്ങി വന്നു. അതാണ് ഫിലിപ്പിയർലേഖനത്തിൽ നാം വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് സ്വർഗത്തിലെ ദൈവം അവിടെ ആയിരുന്ന സ്ഥാനമാനങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഈ താണലോകത്തേക്ക് എന്നെ പോലെയും നിങ്ങളെ പോലെയും ഒരുവനായി കടന്നു വന്ന് അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ അതേ മരണത്താലുള്ളതായ ആ ശിക്ഷാവിധിയിൽ നിന്ന് നാം എല്ലാവരും സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ പിതാവേ, യേശുവിന്റെ രക്തമാണ് പാപത്തിൽ നിന്നും പരിഹാരം വരുത്തുവാൻ ദൈവം വെച്ചിരിക്കുന്നതായ മാധ്യമം. അതെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം ഗ്യാരണ്ടി നൽകുന്നു. യേശുവിന്റെ രക്തം അഥവാ യേശുവിന്റെ മരണം താങ്കളെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അഥവാ രക്ഷിക്കുന്നു. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ ഈ വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. പുത്രനുള്ളവന് നിത്യജീവനുണ്ട്, അല്ലാത്തവർക്കെല്ലാം നിത്യമായ ശിക്ഷാവിധിയും അതേ ദൈവം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. അവസാനമായി ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആധുനിക ശാസ്ത്രം രക്തത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. കണ്ടുപിടിച്ച ആ നാള് അന്ന് മുതൽ തന്നെ അവരൊരു മുദ്രാവാക്യം കൂടി എഴുതി വെച്ചു: ഗിവ് ബ്ലഡ് സേവ് ലൈഫ് എന്ന്. രക്തം കൊടുക്കൂ, ജീവൻ രക്ഷിക്കൂ. എന്നാൽ
മാനവജാതിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം ഈ സത്യത്തെ രേഖപ്പെടുത്തിയിരുന്നു. എത്രയോ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ ജീവൻ എവിടെയാണ് നിലനിൽക്കുന്നത്, എവിടെയാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രാണനായിരിക്കുന്ന രക്തത്തോട് കൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. അപ്പോൾ ജീവൻ എവിടെ നിലനിൽക്കുന്നത്? രക്തത്തിൽ. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവൻ നിലനിൽക്കുന്നത് രക്തത്തിലാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ശാസ്ത്രം പറയുന്നെങ്കിൽ ദൈവത്തിന്റെ വചനവും അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേ രക്തത്തിലാണ് പാപത്തിന്റെ ശമ്പളമായ മരണവും കടന്നുകൂടിയിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ആ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നിഷ്കളങ്ക രക്തം ചിന്തപ്പെട്ടപ്പോൾ മാത്രമാണ് മാനവജാതിക്ക് കൈവന്നത് എന്നും ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. അത് രക്തം ചിന്താതെ വിമോചനമില്ല. അങ്ങനെയാണെങ്കിൽ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തന്റെ അവസാന തുള്ളി രക്തം വരെയും എന്തിനു വേണ്ടി ചിന്തി? എന്റെ പാപത്തിന് പരിഹാരമായി, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി. ഇനി ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകരുത്. നന്മ പ്രവൃത്തികൾ എത്ര മേൽത്തരമായാലും എത്ര മനോഹരമായി ജീവിച്ചാലും സ്വർഗരാജ്യ പ്രവേശനത്തിന് അത് ഉതകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ രക്തത്തിൽ ശുദ്ധീകരണം വന്നില്ല എങ്കിൽ, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഒരു നീക്കുപോക്ക് ക്രിസ്തുവിന്റെ രക്തം മാത്രമേ മുഖാന്തരമാകുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി മാനവജാതിയോട് വിളിച്ചു പറയുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ വാസ്തവത്തിൽ ഈ യേശുവിന്റെ രക്തം മൂലമുള്ള ആ കഴുകൽ പ്രാപിച്ചവരാണോ? യേശു ക്രിസ്തുവിന്റെ രക്തം മൂലമുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. യേശുവേ, എന്റെ പാപത്തിന് പരിഹാരമായി എന്റെ രക്തത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതായ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ നീ കാൽവരിയിൽ മരിച്ചു എന്ന യാഥാർത്ഥ്യം ഞാനിതാ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ വീണ്ടെടുക്കണമേ. എന്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് എനിക്ക് നീ ജീവൻ തരണമേ എന്ന് ആർക്ക് പറയുവാൻ കഴിയും? ആർക്ക് ഹൃദയത്തെ സമർപ്പിക്കുവാൻ കഴിയും? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിത്യമായ മരണത്തിൽ നിന്ന് മാനവജാതിയെ മുഴുവൻ വീണ്ടെടുക്കുവാനായിട്ടാ യേശു കർത്താവ് കാൽവരിയിൽ മരിച്ചത്. തന്റെ അരികിലേക്ക് കടന്നു വരുന്ന യേശുവിനെ കണ്ട് അതേ സ്നാപകൻ വിളിച്ചു പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. യേശു മരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ മുഴു ലോകത്തെയും മാനവജാതിക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. കൃപയാൽ ഈ സത്യം അറിയുവാൻ എന്റെ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ആ ഭാഗ്യം കിട്ടിയതുകൊണ്ട് ഇന്ന് ആ ഭാഗ്യത്തെ വിളിച്ചു പറയുവാൻ എന്റെ കർത്താവിനെ സഹായിക്കുന്നു. വചനം കേട്ട നിങ്ങൾ അതെ, ഹല്ലേലൂയ, ഈ സത്യത്തിന് നിങ്ങളുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുമോ? വിധേയപ്പെട്ടു കൊടുക്കുമോ? യേശുവിനെ കർത്താവ് നാഥനുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും.